ഒരു ഗ്ലാസ് ഉഴുന്നും പിന്നെ ഇതാ അതേപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ കുഞ്ഞ് ജിലേബി മിനി ജാംഗ്രി ഒരു പ്ലേറ്റ് നിറച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പമാണ്. ഇപ്പോൾ ദീപാവലിയൊക്കെ വരികയല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ, കടയിൽ നിന്നൊന്നും വാങ്ങിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉഴുന്ന് ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. 1.5 ഗ്ലാസ് പഞ്ചസാര. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വരെ പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ പഞ്ചസാര പാനി വന്നിട്ട് ഒരുപാട് കമ്പി പദമൊന്നും വേണ്ട, ഒന്ന് ഒട്ടണ പോലെ ആയാൽ മതി. അപ്പോൾ അത് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരയ്ക്കുക. അതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ എത്ര നല്ല ഉഴുന്ന് ഇങ്ങനെ സോഫ്റ്റ് ആവണോ നമ്മുടെ ജിലേബി അത്രയ്ക്കും നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ സോഫ്റ്റായിട്ടും വരും. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം അരച്ചപ്പോൾ ഉഴുന്ന് എങ്ങനെയുണ്ട്, ഇതേപോലെ അടിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫുഡ് കളർ, ജിലേബി കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് തന്നെ അടിച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ട ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ. ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല, ഈ കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി റെഡിയായോ നോക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാര വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് അപ്പോൾ നോക്കാം. കൈ വെച്ച് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒട്ടണ പോലെ ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് കമ്പി പദമൊന്നും വേണ്ട. ഇനി നമുക്ക് അവസാനമായിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഇങ്ങനെ പാനിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ക്രിസ്റ്റൽസൊക്കെ വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് പാൽ കവറാണ് എടുത്തേക്കണത്. പാൽ കവർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കണ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഒഴിക്കാൻ പറ്റണോ അത്രയ്ക്കും ഒഴിച്ചെടുക്കാം കേട്ടോ. പക്ഷേ എന്നാലും ഒരുപാട് ഫുള്ളായിട്ടൊന്നും ഒഴിക്കേണ്ട. കവറിൽ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. അതുപോലെ എണ്ണ ഒരുപാട് ചൂടാവരുത് കേട്ടോ, ഒരു മീഡിയം ചൂട് മതി. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ ഓട്ടയായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് പിന്നെ പൂ പോലെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. നല്ല എളുപ്പമാണ് കേട്ടോ, കഷ്ടമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പ പാൻ ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ ജിലേബി ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ തന്നെ നിന്നോളും. വലിയ ഒരു പാനിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ചുറ്റിയെടുക്കാനായിട്ട് കുറച്ച് കഷ്ടം ഉണ്ടാവും, ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ. ഇത് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് കഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചുറ്റി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ അടിയൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മേലേക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇത് തിരിച്ചിടുക. പിന്നെ ഇതിൽ എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ. തിരിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം സോക്കായാൽ മതി. കൂടുതൽ നേരം സോക്കായാലൊന്നും കുഴപ്പമില്ല, ജിലേബി നല്ല ജ്യൂസി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര എളുപ്പമാണ് പണി. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല.
ഒഴിച്ച എണ്ണ അതേപോലെ എണ്ണയുണ്ട്. നമ്മളിപ്പോൾ 2 ട്രിപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 3ാമത്തെ ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. എന്നാൽ നല്ല എളുപ്പമാണ്. നമ്മൾ മിനി ജാങ്കരി ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട. ദീപാവലിയൊക്കെ വരല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മിനി ജാങ്കരി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിറയെ ഉണ്ടാക്കാൻ പറ്റും. ഒരു കപ്പ് ഉഴുന്നെന്ന് ഉഴുന്നിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങളൊരു പ്ലേറ്റ് നിറച്ച് വന്നിട്ടുണ്ട്. ഒരു എത്ര എണ്ണം ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാലും ഒരു 1/2 കിലോന് മേലെ ജിലേബി ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ദീപാവലി.